പ്രേമം സിനിമയുടെ പകർപ്പ് ചോർന്ന സംഭവത്തിൽ തങ്ങളുടെ പക്കലുള്ള CD അന്വേഷണ സംഘത്തിന് കൈമാറാൻ സെൻസർ ബോർഡ് തയ്യാറായില്ല. ഇതേ തുടർന്ന് അന്വേഷണ സംഘം സെൻസർ ബോർഡ് ഓഫീസിൽ വീണ്ടും പരിശോധന നടത്തി. അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയുണ്ടെന്ന് ഡിവൈഎസ്പി M. ഇക്ബാൽ റിപ്പോർട്ടറോട് പറഞ്ഞു. പ്രേമം സിനിമയുടെ പകർപ്പ് ചോർന്ന സംഭവം അന്വേഷിക്കുന്ന ആന്റി പൈറസി സെൽ ഡിവൈഎസ്പി M. ഇക്ബാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരുവനന്തപുരം സെൻസർ ബോർഡ് ഓഫീസിൽ വീണ്ടും പരിശോധന നടത്തിയത്. സെൻസർ ബോർഡ് ഓഫീസിൽ നൽകിയതിന് സമാനമായ പതിപ്പാണ് പ്രചരിച്ചതെന്നതിനാൽ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ CD ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇത് കൈമാറാൻ സെൻസർ ബോർഡ് അധികൃതർ തയ്യാറാകാഞ്ഞതിനെ തുടർന്നാണ് സംഘം വീണ്ടും എത്തിയത്. മുംബൈയിലെ കേന്ദ്ര ഓഫീസിൽ നിന്നും അനുമതിയുണ്ടെങ്കിൽ മാത്രമേ CD കൈമാറാനാകൂ എന്ന് സെൻസർ ബോർഡ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തെ അറിയിച്ചു. എത്രയും വേഗം CD കൈമാറണമെന്ന് ആവശ്യപ്പെട്ടാണ് സംഘം മടങ്ങിയത്. കൂടുതൽ ശാസ്ത്രീയ പരിശോധന നടത്തുന്നതിൽ കൂടിയേ പകർപ്പ് ചോർന്നതിന്റെ ഉറവിടം കണ്ടെത്താനാകൂ എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയുണ്ടെന്ന് ഡിവൈഎസ്പി M. ഇക്ബാൽ റിപ്പോർട്ടറോട് പറഞ്ഞു. സെൻസറിങ് കോപ്പി കിട്ടുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണ ഭാഗമായിട്ട് വന്നതാണ്. അത് അതിനുള്ള പ്രോസസ്സിംഗ് ആണ് നടന്നത്. ഇല്ല, അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഒന്നും പറയാം. ഇല്ല, അത് അതിനെക്കുറിച്ചൊരു കൺക്ലൂഷൻ ആയിട്ടില്ല. അതെ, ഇവിടെ അതിനുള്ള പ്രശ്നം. സെൻസർ ബോർഡിന് നൽകിയതിന് സമാനമായ പകർപ്പ് ചോർന്നത് രാജ്യത്ത് തന്നെ അപൂർവ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തിരക്ക് പിടിച്ച് നിഗമനത്തിലെത്താനാകില്ലെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. ചെന്നൈയിലെ സ്റ്റുഡിയോയിലടക്കം അന്വേഷണം വ്യാപിപ്പിച്ചേക്കും. ചിത്രത്തിന്റെ പകർപ്പ് കൈകാര്യം ചെയ്ത അണിയറ പ്രവർത്തകർ അടക്കമുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. പ്രദീപ് C. നെടുമൺ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.